കേന്ദ്ര സർക്കാരിന്റെ ആഭിമുഖ്യത്തിലുള്ള കലാ ഉത്സവിന്റെ സ്കൂൾ ഉപജില്ല ജില്ലാ സംസ്ഥാനതല മത്സരങ്ങളിൽ വിജയം നേടി മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനികൾ. പരമ്പരാഗത രീതിയിലുള്ള കഥ പറച്ചിലിന് സംസ്ഥാനതലത്തിൽ 1ാം സ്ഥാനവും എ ഗ്രേഡും ലഭിച്ച മണിക്കടവ് സ്കൂളിലെ വിദ്യാർത്ഥിനികളായ ടിയ ജേക്കബ്, ജോസ് മരിയ ജോജോ എന്നിവരാണ് ദേശീയ തലത്തിൽ നടക്കുന്ന അവസാന റൗണ്ടിൽ പങ്കെടുക്കാൻ അർഹത നേടിയത്. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഡിസംബർ 19 മുതൽ 25 വരെയാണ് ദേശീയ കലാ ഉത്സവ് നടക്കുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ മണിക്കടവാണ്. ഇരിക്കൂർ ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മണിക്കടവ് ഹയർ സെക്കൻഡറി സ്കൂൾ മറ്റൊരു അഭിമാനകരമായ നേട്ടത്തിൻ്റെ ഒപ്പമാണുള്ളത്. ആ നേട്ടം എന്താണെന്നും അതിന്റെ വിശേഷങ്ങളും നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ നമ്മൾ സെന്റ് തോമസ് മണിക്കടവ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പോൾ പക്ഷേ നമ്മൾ സബ് ജില്ലാ കലോത്സവത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു, നല്ല രീതിയിൽ മുന്നേറിയിട്ടുള്ള ഒരു സ്കൂളാണ് നമ്മുടെ മണിക്കടവ് സ്കൂൾ. അതോടൊപ്പം തന്നെയാണ് അഭിമാനകരമായ മറ്റൊരു നേട്ടം കൂടി നമ്മുടെ ഈ സ്കൂളിനെ തേടി എത്തിയിട്ടുള്ളത്, സ്കൂളിൽ കുട്ടികൾ കൈവരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ പ്രേക്ഷകർ? തീർച്ചയായിട്ടും സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായിട്ടുള്ളൊരു നിമിഷമാണ്. കാരണം സബ് ജില്ലാ കലോത്സവത്തിൽ കേവലം 2 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് ഞങ്ങൾക്ക് 1ാം സ്ഥാനം നഷ്ടമായത്. ആ ഒരു കുറവ് ഇതിലൂടെ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. കാരണം ഇരിക്കൂർ ഉപജില്ലയിൽ നിന്ന് ഈ ഒരു കലാ ഉത്സവത്തിൽ പങ്കെടുത്ത ഏക സ്കൂള് നമ്മുടെ സ്കൂള് മാത്രമാണ്. അതിനകത്ത് തന്നെ ജില്ലാ തലത്തിൽ 3 ഐറ്റംസിന് 1ാം സ്ഥാനം കിട്ടി സംസ്ഥാന തലത്തിൽ മത്സരിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയ കുട്ടികൾ നമ്മുടെ സ്കൂളിലാണ് എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. ഈ കുട്ടികൾക്ക് ഇനിയും മഹാരാഷ്ട്രയിലെ പൂനെയിൽ വെച്ച് ഡിസംബർ 19 തൊട്ട് 25 വരെ നീണ്ടു നിൽക്കുന്ന ദേശീയ കലാ ഉത്സവത്തിൽ പങ്കെടുക്കുവാനും അവിടെ 1ാം സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ 25,000 രൂപ പ്രൈസ് മണി കിട്ടുവാനും മാത്രമല്ല പുതിയൊരു കൾച്ചറും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളുമൊക്കെയായി ഇടപഴകി ഒരാഴ്ച മത്സര വേദിയിൽ പങ്കെടുക്കുവാനും നിൽക്കുവാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അതൊരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് മറ്റ് സൗകര്യങ്ങളും മറ്റ് എല്ലാ അവരുടെ കഴിവുകളും പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ലക്ഷ്യമാണ്. ആ തരത്തിലൊരു മികച്ച വിജയം കൂടിയാണ് വിദ്യാലയത്തിന് കൈവന്നിരിക്കുന്നത്. ഏറെ സന്തോഷമുണ്ട്. നമ്മൾ മണിക്കടവ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇപ്പോൾ 5 വർഷത്തോളം ആവുന്നേ ഉള്ളൂ തുടങ്ങിയിട്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഇരിക്കൂർ ഉപജില്ലയിൽ തന്നെ പേരെടുത്ത് മുൻപന്തിയിലെത്താൻ നമ്മുടെ ഈ ഹയർ സെക്കൻഡറി നമ്മുടെ മണിക്കടവ് സ്കൂളിന് സഹായിച്ചിട്ടുണ്ട്. അത് അതിന്റെ വിജയ രഹസ്യം എങ്ങനെയാണ്? അതൊരു ടീം വർക്ക് തന്നെയാണ്. 10 വർഷമായി ഈ സ്കൂൾ തുടങ്ങിയിട്ട്. പക്ഷേ കഴിഞ്ഞ ഒരു 5 വർഷത്തോളം ആയിട്ടുള്ള ഇവിടുത്തെ മുഴുവൻ സ്റ്റാഫൊക്കെ പെർമനന്റ് ആയിട്ട് നിയമിതരായിട്ട്. പക്ഷേ ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ വലിയൊരു നേട്ടം നമ്മുടെ സ്കൂളിന് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. നിരവധി തവണ എല്ലാ വർഷങ്ങളിലും നമ്മുടെ കുട്ടികൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും സ്പോർട്സ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വർഷവും 10ലധികം ഗോൾഡ് മെഡലുകളും സിൽവർ മെഡലുകളും നമുക്ക് സംസ്ഥാന തലത്തിൽ നേടിയിട്ടുണ്ട് സ്പോർട്സിന്. അതുപോലെ തന്നെ കലാ മത്സരങ്ങളിൽ ജില്ലയിലെ തന്നെ ഏറ്റവും ചെറിയൊരു സ്കൂളാണ് ഹയർ സെക്കൻഡറി എന്ന തരത്തിൽ നമ്മുടെ സ്കൂള്. 240 കുട്ടികളെ ഇവിടെ പഠിക്കുന്നുള്ളൂ. പക്ഷേ ഉപജില്ലയിൽ ഞങ്ങൾ 1ാം സ്ഥാനത്തുണ്ടായിരുന്നു. ബാക്കിയുള്ള സമയങ്ങളൊക്കെ കേവലം 1-2 പോയിന്റിന്റെ വ്യത്യാസത്തിൽ 2ാം സ്ഥാനത്തുണ്ടായിരുന്നു. അക്കാദമിക രംഗത്ത് ആണ് മികച്ച നേട്ടം കൈവരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഈ സ്കൂള് ജില്ലയിലെ റിസൾട്ടിന്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്ത് നിന്ന സ്കൂളാണ്. 1ാം സ്ഥാനം കേവലം 0.3% വ്യത്യാസത്തിലാണ് 1ാം സ്ഥാനം നഷ്ടപ്പെട്ടത്. കുട്ടികളുടെയും അധ്യാപകരുടെയും ഒക്കെ ഒരു ടീം വർക്കാണ്. നല്ലൊരു ടീം അധ്യാപകരാണുള്ളത്. അതുപോലെ തന്നെ മികച്ച PTM, അതിലും നല്ല മാനേജ്മെന്റ് എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു വിദ്യാലയം മികച്ചതാകാണ്ടിരിക്കുകയില്ല. അതിന്റെ ഒരു മകുടോദാഹരണമാണ് സെന്റ് തോമസ് മണിക്കടവ്. സെന്റ് തോമസ് മണിക്കടവ് ഏറ്റവും മികച്ച കൂട്ടായ്മയുടെ വിജയം തന്നെയാണ് എല്ലാ ആക്ടിവിറ്റീസിനും എന്നുള്ളതാണ് നമ്മുടെ പ്രിൻസിപ്പാൾ നമ്മളോട് പങ്കുവച്ചത്. നമുക്ക് ആ കൂട്ടുകാരെയും കൂടി കണ്ടിട്ട് വരാം. ഇപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് മണിക്കടവ് സ്കൂളിൽ അഭിമാന നേട്ടം കൈവരിച്ച നമ്മുടെ 2 മിടുക്കികളുടെ ക്ലാസ് റൂമിലാണ്. അപ്പോൾ ഇവരുടെ കൂട്ടുകാരും മൊത്തമുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ വിശേഷങ്ങളും കൂടി അറിയാം. കൂട്ടുകാർ നമ്മുടെ കൂടെയുണ്ട്. എന്തുണ്ട് വിശേഷങ്ങൾ? പരീക്ഷയല്ലേ? പരീക്ഷയുടെ ഇപ്പോൾ ഏറ്റവും അഭിമാനപരമായ നേട്ടമാണ് നമ്മുടെ സ്കൂളിൽ നേടിക്കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് പറയുന്നു നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ച്? ആദ്യമായിട്ടാണോ ഈ ഇത്തരത്തിലൊരു സബ് ജില്ലാ ദേശീയ തലത്തിലേക്ക് ഒരു പ്രോഗ്രാമിന് അവസരം കിട്ടുന്നത്? നമ്മൾ സ്പോർട്സിൽ പോയിട്ടുണ്ട്. ഷാർട്സിൽ ഇത് ആദ്യമായിട്ടാണ്. സ്പോർട്സിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് എടുത്തു പറയുമ്പോൾ സ്പോർട്സ് രംഗത്തും ഏറ്റവും മികവ് നാഷണൽ തലത്തിൽ വടംവലി മത്സരത്തിൽ നാഷണൽ പോയതാണ്. കേരളത്തിനെ പ്രതിനിധീകരിച്ചാണ് പോയത്. കേരള ടീമിനെ പ്രതിനിധീകരിച്ചു പോയ അതും ഒരു അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. 2 പേർ നമ്മുടെ കേരളത്തെ അഭിമുഖീകരിച്ചിട്ട് വടംവലിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു പ്രാക്ടീസൊക്കെ? നമ്മുടെ ഈ പരമ്പരാഗത പരിപാടിയുടെ പേരെങ്ങനെയാണ്? ട്രഡീഷണൽ സ്റ്റോറി ടെല്ലിംഗ്. എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് ഇതിനെ കുറിച്ച് കാരണം ധാരണയില്ലായിരുന്നു.
പിന്നെ നമുക്ക് പണ്ടോട്ടെ കഥകളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് സോ കഥ പറയലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരവസരം കിട്ടിയപ്പോൾ ഞാനും ജോസ്മരിയും അത് ചെയ്തു. ആരാണ് എങ്ങനെയാണ് പ്രാക്ടീസ് ഒക്കെ ചെയ്തത്? ആരാണ് ഇതിന്റെ മെന്ററായിട്ട്? അനുപമ ടീച്ചറും അൽഫോൺസ് ടീച്ചറും ഷാജി സാറുമാണ് ആദ്യം വന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അതിന് പ്രാക്ടീസ് ചെയ്തു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയൊക്കെ പ്രാക്ടീസ് ഒരു ദിവസം ഫുള്ള് അങ്ങനെ മിക്ക ദിവസം ക്ലാസ്സിൽ കയറാതെയൊക്കെ പ്രാക്ടീസ് ചെയ്തു. നമുക്ക് കൂട്ടുകാരോടും കൂടെ ഒന്നും ചോദിക്കാതെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആരാ ഇവരൊക്കെയാ? അപ്പൊ അഭിമാനകരമായ നേട്ടമാണ് നമ്മുടെ അല്ലെ ക്ലാസ്സിലുള്ള ഒരാൾ ഇങ്ങനെ ഇത്രയും അഭിമാനകരമായ നേട്ടം എന്ത് പറയുന്നു എല്ലാവരും കൂടി? അവർക്ക് വേണ്ടി എല്ലാ സപ്പോർട്ടും സഹകരണവും ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ ടീച്ചറോട് കൂടി നമുക്ക് ചോദിക്കാം, ടീച്ചർ എങ്ങനെയുണ്ട് നമ്മുടെ പിള്ളേര് ഈ സ്കൂളിലെ തന്നെ ഏറ്റവും നല്ല കഴിവുള്ള, ഏറ്റവും കൂടുതൽ സ്പോർട്സിലാണെങ്കിലും ആർട്സിലായിക്കോട്ടെ എല്ലാ രീതിയിലും ഒരുപാട് കഴിവുള്ള മക്കളെയാണ് എനിക്ക് കിട്ടിയത്. ഞാനാണ് ഇവരുടെ ക്ലാസ് ടീച്ചർ. അതിൽ ആദ്യം തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, അതിൽ കൂടുതൽ ഒത്തിരി അഭിമാനമുണ്ട്. ഒരുപാട് കുട്ടികൾ ഇവിടെ നിന്ന് നാഷണൽ ലെവലിലായിക്കോട്ടെ സ്റ്റേറ്റ് ലെവലിലായിക്കോട്ടെ പല രീതിയിൽ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളവരാണ്. അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് ഇപ്പം നമുക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമാണ് ജോസ്മരിയും ടീയും കാഴ്ചവെച്ചത്. നാഷണൽ ലെവലിൽ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു. അടുത്ത മാസം ഡിസംബർ 20 മുതൽ 25 വരെയാണ് ഇവർ പങ്കെടുക്കുന്നത്. അതിലൊത്തിരി സന്തോഷം, അതിനേക്കാൾ ഉപരി അഭിമാനമുണ്ട്. പിന്നെ എല്ലാ രീതിയിലും എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പെർഫോം ചെയ്ത് അക്കാഡമിക് രീതിയിലാണെങ്കിലും അതുപോലെ തന്നെ സ്പോർട്സിലാണെങ്കിലും ആർട്സിലായിക്കോട്ടെ ഒരുപാട് കഴിവുകളുള്ള കുട്ടികളാണ്. അപ്പൊ നല്ല അഭിപ്രായമാണ്. അപ്പൊ നമുക്ക് വേണ്ടി ചെറിയൊരു കാണിച്ച പ്രോഗ്രാം നമുക്ക് ഇവിടുന്ന് അവതരിപ്പിക്കാമല്ലോ അല്ലെ? അപ്പൊ നമ്മളിവരൊക്കെ ദേശീയ തലത്തിലേക്ക് പോയിട്ടുള്ള ആ മത്സരത്തിന്റെ ചെറിയൊരു ഭാഗം നമുക്ക് വേണ്ടി ഇവിടെ അവതരിപ്പിക്കുന്നത്. വന്ദനം. ദൈവം മനുഷ്യർക്ക് അനുഗ്രഹങ്ങൾ നൽകുമ്പോഴും മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലും. എന്നാൽ ദൈവം മനുഷ്യനെ പിന്തുടർന്ന് അവനെ രക്ഷയിലേക്ക് മാടി വിളിക്കും. ഈ സത്യം വെളിപ്പെടുത്തുന്ന ഒരു സംഭവ കഥയാണ് ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കൊലയും പശ്ചാത്താപവും. അതേ, കൊലയും പശ്ചാത്താപവും. പണ്ട് സമരിയ ഭരിച്ചിരുന്നത് ആഹാബ് എന്നൊരു രാജാവായിരുന്നു. അദ്ദേഹം ഒരു വീരശൂര പരാക്രമിയായിരുന്നുവെങ്കിലും അദ്ദേഹം ഒരു അത്യാഗ്രഹി കൂടിയായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിനൊരു മോഹം എന്താണെന്നോ? കൊട്ടാരക്കെട്ടിനരികിലായി തന്നൂടെ പ്രജകളിൽ ഒരുവൻ പാർത്തിരുന്നു. പ്രജകളിൽ ഒരുവൻ നബോധീന് മുന്തിരി തോട്ടമുണ്ടായിരുന്നു. അങ്ങനെ ആഹാബ് നാബോത്തിന്റെ വീട്ടുമുറ്റത്തെത്തി. തിരുമേനി, നമുക്ക് നാമോത്തിനോട് അല്പം സംസാരിക്കാനുണ്ട്. ക്ഷമിക്കണം തിരുമേനി. ഉണ്ടടോ നാബോത്തെ, അകതാരിലൊരു മോഹം ഉണ്ടാക്കണം. നല്ല പച്ചക്കറിത്തോട്ടം കണ്ടുവച്ചിട്ടുണ്ട് പറ്റിയൊരു സ്ഥലം, നിന്നൂടെ മുന്തിരി തോട്ടം. അത് നാബോത്തെ, ചോദിക്കുന്ന പണം ഞാൻ തന്നോളാം. പോരെങ്കിൽ ഇതിൽ നല്ലൊരു മുന്തിരിത്തോട്ടം സൗജന്യമായി നൽകാം. നാബോത്തിന് എന്താ ഒരു മൗനം? തിരുമേനി, അത് തിരുവള്ളക്കേടൊന്നും ഉണ്ടാവില്ലേ? അടിയന്റെ അപ്പനും അപ്പൂപ്പന്മാരും വളരെ കാലമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തോപ്പാണിത്. മരിക്കുമ്പോ ഇവിടെ കിടന്ന് മരിക്കണമെന്നാണ് അടിയന്റെ ആഗ്രഹം. ഓഹോ, അപ്പോ മുന്തിരിത്തോപ്പ് നമുക്ക് നൽകില്ലല്ലേ? ആഹാബ് രാജാവിനോടാ കളിക്കുന്നതെന്ന് ഓർമ്മയിൽ വെക്കുന്നത് നല്ലതാണ്. ആഹാബ് അവിടെ നിന്ന് പോന്നു. അന്ന് കൊട്ടാരത്തിലെത്തിയ രാജാവ് ആകെ നിരാശനായിരുന്നു. രാജാവിന്റെ പതിവില്ലാത്ത ഭാവമാറ്റം രാജ്ഞി ജെസബൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ജെസബൽ ആളൊരു സുന്ദരിയാണ്, പക്ഷേ സുശീലിയായിരുന്നില്ല. സൗന്ദര്യമുള്ള അഹംഭാവം തലയുയർത്തി നിൽക്കുമെന്ന് കേട്ടിട്ടില്ലേ? അതിനൊരു ഉത്തമ ഉദാഹരണമാണ് ജെസബൽ. ജെസബൽ രാജാവിനോട് കാര്യം തിരക്കി. എന്തു വിഷാദം മുഖത്തു കാളിയാടാൻ, എന്താണു കാരണം ചൊല്ലു പ്രിയ. തെറ്റിന് പരിഹാരമുണ്ടാകാമിയുള്ളോർ പറ്റിയതെന്തെന്ന് ചൊല്ലിയാലും. എന്തൊരു കിടപ്പാണിത്! ഊണുമില്ല, ഉറക്കമില്ല. എന്റെ പ്രാണനാഥനല്ലേ, ഈ ജെസബലിനോട് കാര്യം പറയൂ. നീ ചോദിച്ചു ഞാൻ നാബോത്തിൻ മുന്തിരിത്തോട്ടം നൽകില്ല എന്നൂതിയ ധിക്കാരി. ഈ നിസാര കാര്യത്തിനാണോ അങ്ങിങ്ങനെ കുട്ടികളെ പോലെ മോന്തെ വീർപ്പിച്ചിരിക്കുന്നത്? ചേച്ചേ, കഷ്ടം തന്നെ. അങ്ങൊന്നോർക്കണം, ആഹാബ് രാജാവ് ഒരു തെണ്ടിയുടെ മുമ്പിൽ തോറ്റാൽ അതിന് നാണക്കേട് ഈ ജെസബലിനും കൂടെയാണ്. അങ്ങ് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കും. പിറ്റേ ദിവസം ആഹാബിന്റെ പേര് മുദ്രയും വെച്ച് നാട്ടിൽ നാബോത്തിനോടൊപ്പം താമസിക്കുന്ന നാട്ടുപ്രമാണിമാർക്ക് ഒരു കത്തയച്ചു. വിളിക്കണം നാട്ടു പ്രമാണിമാരെ, നാട്ടിലുപവാസമായിടേണം. നാട്ടുപ്രമാണിമാരെത്തും ഈ യോഗത്തിൽ
നബോത്തിന് അധ്യക്ഷ സ്ഥാനം നൽകും. തീർന്നില്ല, കള്ളസാക്ഷികൾ ദൈവത്തിനും രാജാവിനുമെതിരായി നാബോത്ത് സംസാരിച്ചുവെന്ന് കള്ളസാക്ഷി പറയട്ടെ. പിന്നീട് അവനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി കൊട്ടാരം അതിനെ പുറത്തു വെച്ച് കല്ലെറിഞ്ഞ് കൊല്ലുവൻ. ഇത് രാജകൽപ്പനയാണ്. ധിക്കരിച്ചാൽ തങ്ങളുടെ കബറിടങ്ങളിൽ ഇരുന്ന് കരയാൻ പോലും ആരെയും കിട്ടില്ലെന്ന് വരും. വിവരം ജസബലിനെ അറിയിച്ചു. ജസബൽ പതിവിലേറെ ആഹ്ലാദമതിയായി ആഹാബിനെ സമീപിച്ച് പറഞ്ഞു, അങ്ങ് പോയി അവന്റെ മുന്തിരിത്തോപ്പ് കൈക്കലാക്കിക്കൊള്ളൂ. ആഹാബ് സൈനികരെ കൂട്ടി അങ്ങോട്ട് പുറപ്പെട്ടു. പക്ഷേ ദൈവം ആഹാബിന്റെ കൂട്ടരുടെ ആ ക്രൂര കൃത്യം കണ്ടിരുന്നു. ഈ സമയം ആഹാബ് നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തിൽ എല്ലാം മറന്ന് ആഹ്ലാദിക്കുകയായിരുന്നു. എന്ത് നല്ല മുന്തിരിത്തോട്ടം! അല്ലേലും ഇപ്പൊ അടക്കാരനും തെരഞ്ഞെടുപ്പും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പടയും പട്ടാളവും തനിക്കുണ്ട്. പക്ഷേ ഒരു പീറയുടെ മുന്തിരിത്താപ്പ് കൈക്കലാക്കാൻ ജസബലിനെ കൊണ്ടേ കഴിഞ്ഞുള്ളൂ. അല്ലേലും യുക്തിയുടെ കാര്യത്തിൽ പെണ്ണിനെ തോൽപ്പിക്കാൻ വേറെ ആർക്ക് കഴിയും? അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതാ ദൈവത്തിന്റെ സ്വരം. നാബോത്തിന്റെ വീണുരാമണ്ണിൽ നിൻ ചുടുചോര നായ്ക്കൾ നക്കും. അതെ, ദൈവം അരുൾ ചെയ്യുന്നു, നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിച്ച് അതേ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കി കുടിക്കും. ഇസ്രായേലിന്റെ കോട്ടയ്ക്കകത്ത് വെച്ച് ജസബലിനെ നായ്ക്കൾ തിന്നും. നിന്റെ മക്കൾ ആകാശപ്പറകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഇരയായി തീരട്ടെ. ഇത് കേട്ട് രാജാവ് ഭയന്നുപോയി. പ്രവാചകന്റെ വാക്കുകൾ രാജാവിന്റെ ഹൃദയത്തെ കീറി മുറിച്ചു. തന്റെ അകൃത്യങ്ങളിൽ മനംനൊന്ത് രാജാവ് കരുണയ്ക്കായി അപേക്ഷിച്ചു. എന്നോട് പൊറുക്കണമേ. ആഹാബിന്റെ പശ്ചാത്താപത്തിൽ ദൈവത്തിന്റെ മനസ്സലിഞ്ഞു. ജീവിതകാലത്ത് ആഹാബിന്റെ കുടുംബത്തിൽ പ്രതികാരം വർഷിക്കയില്ലെന്ന് ദൈവം ഉറപ്പ് നൽകി. ആഹാബ് ദൈവകരുണയുടെ മുമ്പിൽ തന്നെ അടിയുറച്ചു വെച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് നാം ചെയ്യുന്ന ഏതൊരു കൃത്യത്തെയും ദൈവദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കുവാൻ നമുക്ക് സാധ്യമല്ല. നല്ലവനായ ദൈവം സദാ നമ്മെ വീക്ഷിക്കുന്നു എന്ന സത്യം നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമായി തീരട്ടെ. നിർത്തട്ടെ. നന്ദി. മികവാർന്ന രീതിയിൽ ദേശീയതലത്തിലും പോയി മിന്നി നമ്മുടെ സ്കൂളിന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുക. എല്ലാവിധ ആശംസകളും നമ്മുടെ ചാനലിന് വേണ്ടി നൽകുന്നു. അപ്പോൾ മണിക്കടവ് സ്കൂളിന്റെ മിടുക്കികളായ 2 കൂട്ടുകാരുടെ ഒപ്പം ഏജന്റ് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ നവനീതിനൊപ്പം അഫ്ലെ.